നമസ്കാരം. ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വെള്ളിയാഴ്ച ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോഴും രാഹുലിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് വയനാട്. 2019 കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് അമേഠിയിൽ പരാജയപ്പെട്ടപ്പോൾ വൻ ഭൂരിപക്ഷം നൽകി തന്നെ നെഞ്ചോട് ചേർത്ത വയനാടിനെ രാഹുൽ റായ്ബറേലിയിൽ ജയിച്ചാലും കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ് വയനാട് ഇപ്പോൾ പങ്കുവെക്കുന്നത്. നെഹ്റു ഗാന്ധി കുടുംബവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ BJPയും ഇടതുപക്ഷവും ഇതിനെ വയനാട്ടിലെ ജനങ്ങളോടുള്ള വഞ്ചന എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വയനാട്ടിലെ തൻ്റെ പ്രചാരണ വേളയിൽ UPയിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് രാഹുൽ ഒരു സൂചന പോലും നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ രാഹുലിൻ്റെ വയനാട്ടിലേക്കുള്ള രണ്ടാം വരവിനെ എതിർത്ത ഇടതുപക്ഷം അദ്ദേഹം BJPയെ ഭയന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടി എന്നായിരുന്നു ആദ്യം പരിഹസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ റായ്ബറേലിയിൽ അദ്ദേഹം വിജയിച്ചാലും രാഹുൽ മണ്ഡലം നിലനിർത്തുമെന്നാണ് വയനാട്ടിലെ ജനങ്ങളുടെ പൊതുധാരണ എന്ന് പറയപ്പെടുന്നത്. 2019 തിരഞ്ഞെടുപ്പിൽ രാഹുലിനെ രക്ഷിച്ചത് വയനാടാണെന്നാണ് വയനാട്ടിലെ പുൽപ്പള്ളിയിലെ കർഷകനായിട്ടുള്ള MP പൗലോസ് അടക്കമുള്ളവർ പറയുന്നത്. റായ്ബറേലിയിൽ നിന്ന് വിജയിച്ചാൽ അദ്ദേഹം ഈ സീറ്റ് നിലനിർത്തുമെന്ന് തന്നെ വയനാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കോൺഗ്രസിനെന്നും സുരക്ഷിതമായിട്ടുള്ള ഒരു സീറ്റായ വയനാട്ടിൽ അദ്ദേഹം വിജയിക്കുമെന്ന് ഉറപ്പായ കാര്യവുമാണ്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനോട് ജനങ്ങൾക്ക് എതിർപ്പില്ല. കഴിഞ്ഞ തവണയും അദ്ദേഹം 2 സീറ്റിൽ മത്സരിച്ചുവെങ്കിലും അത് വയനാട്ടിലെ ഫലത്തെ ബാധിച്ചില്ല എന്നുള്ള കാര്യവും ജനങ്ങൾ പറയുകയാണ്. കാരണം വയനാട്ടിലെ ജനങ്ങൾ കുറച്ചുകൂടി പ്രതീക്ഷയിലാണ്. രാഹുൽ ഇത്തവണയും വയനാട്ടിൽ പ്രചരണത്തിനെത്തിയപ്പോൾ ജനങ്ങളുടെ കുടുംബാംഗം, വയനാടിൻ്റെ സഹോദരൻ, മകൻ എന്നൊക്കെ വിളിച്ച് വോട്ടർമാരിൽ ഇടം പിടിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പ്രചാരണ റാലികളിലും റോഡ് ഷോകളിലും കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ മറ്റ് ഏതെങ്കിലും ഘടകകക്ഷിയുടെയോ പതാകകൾ ഇല്ലായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു, നമ്മൾ കണ്ടതുമാണ്. റായ്ബറേലിയിൽ മത്സരിക്കുവാനുള്ള രാഹുലിൻ്റെ തീരുമാനത്തെ പക്ഷേ വയനാട്ടിലെ ലീഗ് പ്രവർത്തകർ സ്വാഗതം ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് രാഹുൽ അവിടെ മത്സരിക്കേണ്ടതുണ്ട്. രാഹുലിൻ്റെ തീരുമാനത്തെക്കുറിച്ച് പലരും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ BJPയുടെ പ്രചാരണത്തിന് ഉചിതമായ മറുപടി ആയതിനാൽ മിക്കവരും ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തെ കുറച്ച് സീറ്റുകൾ കൂടി നേടാൻ സഹായിച്ചാൽ നമ്മളെന്തിനെ എതിർക്കണമെന്നാണ് ലീഗിൻ്റെ വാദമെന്ന് പറയുന്നത്. വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം മറ്റൊരു സീറ്റിൽ മത്സരിച്ചേക്കുമെന്നുള്ള അഭ്യൂഹമുണ്ടായിരുന്നുവെന്നും വയനാട് രാഹുലിന് ഉറപ്പായ സീറ്റാണ് എന്നും റായ്ബറേലിയിൽ എന്തു സംഭവിക്കുമെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നുമൊക്കെ ലീഗ് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വയനാട് ഉപേക്ഷിക്കാൻ കഴിയില്ല. വയനാടിനെ വിട്ടുള്ള ഒരു കളി രാഹുൽ ഗാന്ധി കാണിക്കില്ല എന്ന് തന്നെയാണ് വയനാട്ടിലെ ജനങ്ങൾ പറയുന്നത്. വയനാട് തൻ്റെ രണ്ടാമത്തെ വീടാണ് എന്ന് രാഹുൽ ഗാന്ധി പലപ്പോഴും അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ പോയാൽ ഈ സീറ്റ് നിലനിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സീറ്റിനോടുള്ള കുടുംബത്തിൻ്റെ വൈകാരിക അടുപ്പമുണ്ടായിട്ടും അമേഠി അദ്ദേഹത്തെ പിന്തുണയ്ക്കാതിരുന്നപ്പോൾ തന്നെ വയനാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് വലിയ വിജയം ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒന്നാമത്തെ കാര്യം ദേശീയ നേതാവ് ആണ്. അദ്ദേഹം ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് ഇവിടെ ഈ വയനാട്ടിലെ ജനങ്ങൾ എല്ലാവരും പറയുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ വയനാട്ടിലെ ജനങ്ങളുടെ ആ ചിന്തയും പ്രതീക്ഷകളുമൊക്കെ ഏതറ്റം വരെ പോകും എന്നറിയില്ല. എന്തായാലും ഊഹാപോഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ വയനാടിനെ ഉപേക്ഷിക്കില്ല എന്നുള്ള ഒരു ചിന്തയിലും പ്രതീക്ഷയിലുമാണ് ഈ വയനാട്ടിലെ ജനങ്ങളെന്ന് പറയപ്പെടുന്നത്. പക്ഷേ രാഹുലിൻ്റെ വിജയസാധ്യതകളെന്ന് പറയപ്പെടുന്നത് രണ്ടിടത്തും റായ്ബറേലിയിലും വയനാട്ടിലും അദ്ദേഹം വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഒരിടം ഉപേക്ഷിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഉപേക്ഷിക്കപ്പെടുന്നത് വയനാട് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം റായ്ബറേലി മത്സരത്തിൽ നിന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോൾ പിന്നോട്ട് പോകാമായിരുന്നു. അത് നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യ സീറ്റാണ്. ആ പാരമ്പര്യ സീറ്റിൽ നിന്ന് മത്സരിക്കുക തന്നെ വേണമെന്നുള്ള സോണിയാഗാന്ധിയുടെ നിർബന്ധം കൂടി അതിനകത്തുണ്ടായിരുന്നു. ആ നിർബന്ധപ്രകാരമാണ് ഒന്നുകിൽ പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയായിരുന്നു സോണിയാഗാന്ധിയുടെ നിർബന്ധം. ആ നിർബന്ധത്തിന് പ്രിയങ്ക ഗാന്ധി വഴങ്ങാത്തത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചുകൊണ്ട് റായ്ബറേലിയിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ ആ റായ്ബറേലി എന്ന് പറയപ്പെടുന്ന മണ്ഡലം, ആ തട്ടകം അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റുന്ന തട്ടകം എന്ന് പറയപ്പെടുന്നത് വയനാട് തന്നെയാണ്. വയനാടിൽ അങ്ങനെയാണെങ്കിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ആ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ മാത്രമായിരിക്കും പ്രിയങ്ക ഗാന്ധി എന്ന് പറയപ്പെടുന്ന പ്രിയങ്ക ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ്
തിരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് വയനാട്ടിൽ നിന്നായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലങ്ങളിൽ ആദ്യമായി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും പ്രിയങ്ക ഗാന്ധി ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വയനാട് ഉപേക്ഷിക്കുകയല്ല, പകരം രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തിച്ചേരുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയും പ്രിയങ്ക ഗാന്ധി ആ സീറ്റ് നിലനിർത്തുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി കോൺഗ്രസ് വൃത്തങ്ങളിലുണ്ട്. ആ ഒരു പ്രതീക്ഷ വയനാട്ടിലെ ജനങ്ങളും സ്വീകരിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന് വിശ്വസിക്കാൻ ഇഷ്ടം.